മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി പദത്തിലേക്ക് നോട്ടമിട്ടിരിക്കുക. നടക്കുമോ? അത് നോട്ടിട്ട് നിങ്ങളോട് ആരോ സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ പറഞ്ഞിരിക്കുകയല്ലേ, മുഖ്യമന്ത്രിയാകാൻ എന്താ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നോട്ടം വിട്ടു. അല്ലാതെ പാണക്കാട് കുടുംബത്തിൽ നിന്ന് തമാശ പറയുന്നില്ലല്ലോ അവർ. പാണക്കാട് കുടുംബത്തിന് പൊതുവെ കോമൺ സെൻസിക്കൽ അല്ലാതെ സംസാരിക്കാറില്ല, അവരുടെ രീതി അതാണ്. പിന്നെ സാദിഖ് അലി തങ്ങൾക്ക് ഇടയ്ക്കൊരു അബദ്ധം പറ്റിയതാണ്. അതാണ് ഈ ഹാഗിയ സോഫിയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ള എഴുതിയിട്ടുള്ള ഒരു മുഖപ്രസവൻ്റെ ഒരു എഡിറ്റോറിയൽ ആർട്ടിക്കിൾ ചന്ദ്രികയിൽ. അതിൻ്റെ പുറത്താണ് UDF കഴിഞ്ഞ തവണ ഭരണം നഷ്ടപ്പെട്ടത്. LDF തുടർഭരണം കിട്ടുന്നതിന് വലിയൊരു ഘടകം ആ ഒരു ലേഖനം. അതിനുശേഷം അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കിയെന്നാണ് ഞാൻ കരുതുന്നത്. അതിനിടയ്ക്ക് ഇതെനിക്കൊന്നു വെറുതെ മൂപ്പരെ പ്രസ്താവന നടത്തി എന്താ ഇൻ്റർവ്യൂ പറ്റി തോന്നല്ലേ ഇത്? അതെ, അല്ല, മുഖ്യമന്ത്രിയായ ലീഗിനാണെങ്കിൽ കേരള കോൺഗ്രസിനൊക്കെ അവകാശമുണ്ട്, ജനാധിപത്യ രാജ്യമാണ്. പക്ഷെ അത് വിചാരിച്ച് കോൺഗ്രസ് അവർ മുന്നണിയിൽ മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുമെന്നുള്ളത്. രണ്ട്, അങ്ങനെ ആവശ്യപ്പെടുമെന്നൊരു ഫീൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്ത് സംഭവിക്കും? അത് ഭയങ്കരമായ ആൻറ്റി മുസ്ലിം പോളറൈസേഷൻ വരും. ഇപ്പം തന്നെ അതിന് ഭീകരമായ അവസ്ഥയിലാണ്. അങ്ങനെ ആൻറ്റി മുസ്ലിം പോളറൈസേഷൻ വന്നാൽ UDF പുറത്തിരിക്കേണ്ടതായിട്ട് വരും. CPM ആണെങ്കിൽ അതിൻ്റെ EMS കാലഘട്ടത്തിലെ നിലപാടുകളിലേക്ക്, തത്വാദേശ നിലപാടിലേക്ക് തിരിച്ചു പോയെന്ന് എനിക്കറിയില്ല. അതിനോട് കൂടുതൽ അടുപ്പം കാണിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ CPM അകന്നു തുടങ്ങിയ ഹിന്ദു വോട്ട്സ് കുറച്ചൊക്കെ ആ പാർട്ടിയുടെ ഇനിവേഷൻ ചേർന്ന് നിൽക്കാൻ സാധ്യതയുണ്ട്. അവർ പറയുന്നതിൽ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ നീക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഡിസാസ്ട്രസ് ആയിരിക്കും ഫോർ UDF. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ലീഗിന് അന്നത്തെ ഒരു സാഹചര്യം, അന്ന് മുന്നണി രാഷ്ട്രീയത്തിലെല്ലാം കലങ്ങി വന്ന സാഹചര്യമായിരുന്നു. അതാണ് ലീഗിന് CH മുഹമ്മദ് കോയയ്ക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റിയത്. കുറച്ച് കാലത്തെ കാണാൻ കിട്ടും. അല്ല, ഈ പറയുന്നത് പോലെ CH മുഖ്യമന്ത്രിയായത് മോശം കാര്യമൊന്നുമല്ല. പെട്ടെന്നാണ് ഇപ്പോഴും മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. കാരണം അന്ന് അവർക്ക് ഒരു ചെറിയ പാർട്ടിയായിരുന്നല്ലോ, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയായിരുന്നു. പക്ഷേ ഇന്നത്തെ UDF ഭരണ സംവിധാനത്തിൽ ലീഗ് അങ്ങനെ ഉദ്യമിക്കുന്നത് ലീഗ് റെപ്രസെൻ്റ് ചെയ്യുന്ന സമുദായത്തിന് ദോഷമാണ്, ലീഗിനും മോശം. അത് എനിക്ക് തോന്നുന്നു ഒരു ഹലൂസിനേഷനാണ്. മലബാറല്ലല്ലോ കേരളം. മലബാറിൽ പോലും ലീഗിന് സ്വാധീനമുള്ള മുസ്ലിം മേഖലകൾ മാത്രമാണ്. അപ്പോൾ കിട്ടിയത് കൊണ്ട് ഹാപ്പിയായി കഴിയുന്നതാണ് ലീഗിന് നല്ലത്. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന, ഒരു ഭാഗത്ത് CPM കൂളായിട്ട് ഇലക്ഷൻ ജയിക്കും. മാത്രമല്ല BJP സുരേന്ദ്രൻ ഇപ്പം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയം തന്നെ ചിലപ്പോൾ BJP രക്ഷപ്പെട്ടു. ഈ രീതിയിൽ 4 പ്രസ്ഥാനം എന്നാണ്. കാരണം സുരേന്ദ്രന് ശേഷം സുരേന്ദ്രൻ അടുത്ത് മാറും. പിന്നെ അടുത്ത തവണ BJP ടൈം കഴിഞ്ഞ് അദ്ദേഹം മാറാൻ സാധ്യതയുണ്ട്. മാറി കഴിഞ്ഞാൽ അടുത്ത നേതാവ് വരും. സ്വാഭാവികമായിട്ടും നിയമസഭാ ഇലക്ഷനിൽ ആ നേതാവിൻ്റെ അണ്ടറിലായിരിക്കും മത്സരിക്കുക. അത് BJP വിജയം നേടുമ്പോൾ സുരേന്ദ്രൻ അതിൻ്റെ ക്രെഡിറ്റ് കിട്ടില്ല. ഇപ്പോൾ ആണെങ്കിൽ ഈ രീതി പോയാൽ സുരേന്ദ്രനെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റും. സുരേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ BJP വെച്ച സുരേന്ദ്രനല്ലേ മുഖ്യമന്ത്രിയായിട്ടുണ്ടാവും. സുരേന്ദ്രൻ അപ്പം ആ രീതിയിൽ വരെ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായി BJP മാറും. അപ്പം അതുകൊണ്ട് ഇതവരെ ആലോചിച്ച് കൂട്ടി പറഞ്ഞൊരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തോ ഒരു ചോദ്യം, നിങ്ങളെ പത്രക്കാരങ്ങനെ പല ചോദ്യവും ചോദിക്കുമല്ലോ, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പം അദ്ദേഹം ഒരു ഉത്തരം കൊടുത്തു എന്നല്ലാതെ അത് കോമൺ സെൻസിക്കൽ ആയിട്ടുള്ള ആരും, കോമൺ സെൻസുള്ള ഒരാളും അങ്ങനെ സംസാരിക്കും. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തെ സമയത്ത് നിങ്ങൾ കാര്യം ഓർക്കണം, KM മാണി മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചു അല്ലേ? അതിന് പിന്നിൽ നടന്ന ശ്രമമൊക്കെ. അതുപോലെ ഒരുപക്ഷെ കുഞ്ഞാലിക്കുട്ടിക്കും ആ തരത്തിലൊരു നീക്കം നടത്തിയാൽ അത് തെറ്റു പറയാനില്ലല്ലോ. കാരണം കുഞ്ഞാലിക്കുട്ടി VD സതീശനേക്കാളും രമേശ് ചെന്നിത്തലയേക്കാളും ഒക്കെ വളരെ സീനിയറായിട്ടുള്ള ഒരാളാണ്. VD സതീശൻ മുഖ്യമന്ത്രിയാകുകയും കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് കുഞ്ഞാലിക്കുട്ടിക്കത് അത്ര സഹിക്കാൻ പറ്റുമോ? കുഞ്ഞാലിക്കുട്ടി മത്സരിക്കേണ്ടതല്ല, കുഞ്ഞാലിക്കുട്ടി രാജിവെച്ച് പോകണം. ഇവിടെ എന്താണ്, ഇവിടെ ഒരു പെർമിറ്റേഷൻ കോമ്പിനേഷൻ ഉണ്ട്. ആ പെർമിറ്റേഷൻ കോമ്പിനേഷൻ്റെ പുറത്താണ് കോൺഗ്രസ് ഒന്നാമത്തെ കക്ഷി, ലീഗ് രണ്ടാമത്തെ കക്ഷിയാണ്. കോൺഗ്രസ് ഓൾ ഇന്ത്യ തലത്തിൽ പ്രസൻസ് ഉള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. മാത്രമല്ല സ്വാതന്ത്ര്യാനന്തര കാലത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ രക്ഷിച്ചത് കോൺഗ്രസ്സാണ്, അല്ല ലീഗല്ല.
ലീഗ് മലബാറിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ അവർക്ക് ബോധോദയം ഉണ്ടായപ്പോൾ അവിടെ കുറേ ഡെവലപ്മെൻ്റൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതൊക്കെ ശരിയാണ്. പിന്നീടുള്ള ലീഗിൻ്റെ പ്രവർത്തനം കമ്മ്യൂണിറ്റിയുടെ വളർച്ചയ്ക്കും കാരണമായിട്ടാണ്. പക്ഷേ ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ നോക്കിയാലും കേരളത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ മുസ്ലിങ്ങളെ സംരക്ഷിച്ച് നിർത്തിയത് ഒന്ന് കോൺഗ്രസും 2 CPM. അപ്പം ഈ ഒരു പെർമുട്ടേഷൻ കോമ്പിനേഷനുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത് സിന്ധും അതുപോലെ തന്നെ പാകിസ്ഥാനിലെ പഞ്ചാബൊന്നും അല്ലല്ലോ, ഇത് കേരളമല്ലേ. ഇവിടെ 3 കമ്മ്യൂണിറ്റി സ്ട്രോങ്. ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഹിന്ദു കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും സ്ട്രോങ്. അതിൽ തന്നെ ജനസംഖ്യാനുപാതികമായി നോക്കി ഈഴവ കമ്മ്യൂണിറ്റി, നായർ കമ്മ്യൂണിറ്റിയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ സീൽഡായി. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ലീഗിനെ പോലെയുള്ള പേരിൽ തന്നെ ലീഗ് ഒരു വർഗീയ കക്ഷിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പേരിൽ മുസ്ലിം ഉള്ളതുകൊണ്ട് വർഗീയ കക്ഷിയാണോന്നില്ല, നിലപാടുകളാണ് പ്രശ്നം. അപ്പോൾ ഹാഗിയ സോഫിയയിൽ എടുത്ത നിലപാട് ഒരു തരത്തിലുള്ള ഒരു വീഴ്ചയാണെന്നാണ് ഞാൻ കരുതുന്നത്. അവരങ്ങനെ സ്വാതന്ത്ര്യാനന്തരം വർഗീയത പറഞ്ഞിട്ടില്ല. സ്വാതന്ത്ര്യത്തിന് മുമ്പ് അവരുടെ പൂർവ്വരൂപത്തിലുള്ള പാർട്ടി വർഗീയതയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പം പക്ഷേ അതിനുശേഷം അവർ പറഞ്ഞിട്ടില്ല. അപ്പം അന്ന് ഇവരെല്ലാവരും തൊട്ടുകൂടാതെ മാറ്റി നിർത്തിയ സമയത്ത് കയ്യും കാലും പിടിച്ചാണ് ഈ സഖ്യകക്ഷി, ഇവരൊക്കെ സഖ്യകക്ഷികളായ ലീഗ് എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾക്ക് വെറുപ്പായിരുന്നു. ആ രീതിയിലായിരുന്നു. ആ പാഠം ലീഗ് മനസ്സിലാക്കിയിട്ട്. പക്ഷേ ഇപ്പം ന്യൂ ജനറേഷനിൽ കുറേ പയ്യന്മാർ വന്നിട്ടുണ്ട്. അവരുടെ വിചാരം സൗദി അറേബ്യയാണ് മലബാർ എന്നാണ്, മലബാറാണ് കേരളം എന്നാണ്. അവർ പറയുന്നത് കേട്ട് ഈ ചാടാൻ നിന്ന് കഴിഞ്ഞാൽ അത് ഈ പെർമുട്ടേഷൻ കോമ്പിനേഷൻ എന്താവും. പിന്നെ വീണ്ടും NSS SNDP യോഗങ്ങൾ എടുക്കുന്നത് നമ്മൾ കണ്ടതായിട്ട്. പണ്ടൊരു 5ാം മന്ത്രിൻ്റെ പുറത്താണ് SNDP NSS കൂടി എടുത്തത്. SNDP NSS പരസ്പരം അകന്നു പോയെങ്കിലും അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ആ ഇമ്പാക്റ്റിൻ്റെ പുറത്താണ് 10 വർഷമായി നിത്യനിദാന പ്രതിപക്ഷമായിട്ട് ആയിരിക്കുന്നത് UDF. മാത്രമല്ല ലീഗ് അങ്ങനെ നിലപാടെടുത്ത കോൺഗ്രസിൻ്റേതായിട്ടുള്ള കോൺഗ്രസ് കിട്ടിക്കൊണ്ടിരുന്ന സെൻട്രൽ ട്രാവൻകൂറിലൊക്കെ നിങ്ങൾക്ക് അറിയാം. സെൻട്രൽ ട്രാവൻകൂറിൽ അതിശക്തമായ ഒരു മൃദു ഹിന്ദുത്വമുണ്ട്. അത് മുസ്ലിം വിരുദ്ധമല്ല, അത് ഹിന്ദു ഐഡൻറ്റിറ്റിയിലുള്ള ഒരു അതിനോടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള എമ്പതി എന്നൊക്കെ പറയാം. അതാണത്. അപ്പം ഈ വോട്ടുകൾ വളരെ എളുപ്പം BJPയിലേക്ക് ഷിഫ്റ്റ് ആവും. ആ വോട്ടുകൾ ഷിഫ്റ്റ് ആകാത്തതുകൊണ്ടാണ് BJP കേരളത്തിൽ ഗുണം പിടിക്കാതിരിക്കുന്നത്. ആ വോട്ടുകൾ ഷിഫ്റ്റ് ആകാതിരിക്കാൻ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം NSS ആണ്. NSS വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന BJP ഈ വർഗീയ കക്ഷികൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കും. പലപ്പോഴും BJP പറയുന്ന രാഷ്ട്രീയം വർഗീയ രാഷ്ട്രീയമാണ് ആണ്. അതുകൊണ്ടാണ് NSS അങ്ങനെ നിലപാടെടുക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ NSSനെ സംബന്ധിച്ചിടത്തോളം വാജ്പേയി അഡ്വാനിയൊക്കെ ആയിട്ട് നല്ല ബന്ധം, വളരെ നല്ല ബന്ധം. കാരണം അവർ ഒരു ഡയലോഗിനൊരു സ്പേസുള്ള നേതാക്കന്മാരായിരുന്നു വാജ്പേയി അഡ്വാനി. അപ്പം ഇങ്ങനൊരു നിലപാട് CPMൻ്റെ ഭാഗത്തുനിന്ന് ലീഗിൻ്റെ ഭാഗത്തു നിന്ന് NSSനൊക്കെ നിലപാട് മാറ്റേണ്ടതായിട്ട് വരും. NSS അത് മുമ്പ് ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. UDFന് ദോഷമായിട്ടും ദോഷം UDF സംവിധാനം ഉണ്ടാവില്ല. പിന്നെ മാത്രമല്ല മുസ്ലിം കമ്മ്യൂണിറ്റി കേരളത്തിലെ പൊളിറ്റിക്കലായിട്ട് ഒറ്റപ്പെടും. CPM കൂടെ കൊണ്ടൊന്നുമില്ല. പിന്നെ ഒറ്റയ്ക്ക് മത്സരിച്ച് 20 സീറ്റും കൊണ്ട് സ്ഥിരം അവിടെ ഇരിക്കേണ്ടി വരും. പിന്നെ മോഡിയല്ല, മോഡി വന്നിട്ട് അടുത്ത പണി ഒപ്പിക്കും. മോഡി ചിലപ്പോൾ എന്തെങ്കിലും ഇതിൻ്റെ ഒരു എക്സ്ട്രീം കൂടി നമ്മൾ ചിന്തിക്കണം. ന്യൂനപക്ഷങ്ങൾക്ക് വോട്ടവകാശം വേണ്ട എന്ന് മൃഗീയ ഭൂരിപക്ഷമുള്ള BJP ഗവൺമെൻറ് നിയമം പാസ്സാക്കി എന്ത് ചെയ്യും? അതിനൊക്കെ കാരണമാകുന്നത് ന്യൂനപക്ഷങ്ങൾ ഈ വോട്ട് നേടി ഈ പറയുന്ന പോലെ സ്ഥിരം പ്രശ്നക്കാരാവുന്നു എന്ന് ഫലം. ഈ ലീഗിന് മന്ത്രിസ്ഥാനം കിട്ടിയിട്ടില്ലെങ്കിൽ അവരുടെ ആളുകൾ പിന്നെ അസ്വസ്ഥരാകും. അപ്പം നിത്യധാര പ്രതിപക്ഷമായിരിക്കുമ്പോൾ എന്തെങ്കിലും ആൻറ്റി നാഷണൽ സാധനങ്ങളൊക്കെ ചിലപ്പോൾ അതിൽ നൊഴിഞ്ഞു കയറും. ആ സമയത്ത് തന്നെ മോഡീൻ്റെ മുന്നിൽ കത്തേണ്ട സാധനം കിട്ടിക്കാൻ അന്നപ്പം നിയമം ഉണ്ടാക്കുകയും ചെയ്യും. ഇതൊക്കെ നമ്മൾ രാഷ്ട്രീയത്തിൽ ഒന്നും ഇമ്പോസിബിൾ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ളതൊക്കെ കയ്യിൽ വെച്ച്. പക്ഷെ സാദിഖലി പറഞ്ഞത് UDFിൽ കോൺഗ്രസിൽ നിന്ന് ആരും തന്നെ മറുത്തൊന്നും പറഞ്ഞിട്ടുമില്ല. അതൊക്കെ അലമ്പാക്കണ്ടല്ലോ. അതായത് നിങ്ങളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്ത് ഇതൊരു വിഷയമാക്കുന്ന പോലെ വിഷയമാക്കണ്ടെന്ന് വിചാരിച്ചില്ല. കോമൺ സെൻസിക്കലാണ്. എനിക്കിത് സംസാരിക്കാൻ വലിയ താല്പര്യമായിട്ടൊന്നുമില്ല. നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു തന്നെയാണ്. പിന്നെ അവന്മാർ മനസ്സിലാക്കട്ടെ. ദിസ് ഈസ് നോട്ട് സൗദി അറേബ്യ. മലബാർ ഈസ് നോട്ട് കേരള. കേരള ഈസ് നോട്ട് ഇന്ത്യ. മൈൻഡ് ഇറ്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.